ഈയൊരു അനുഭവം ഞാൻ കേട്ടത് എൻ്റെ അമ്മമ്മയിൽ നിന്നുമാണ്. അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ മീൻപിടുത്തവും ഉപജീവനമാർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അന്നൊക്കെ മീൻ കാശ് കൊടുത്ത് മേടിക്കുന്നതിലുപരി ആവശ്യമുള്ളത് വീശിയും തപ്പിയും പിടിക്കുന്നതാണ് രീതി. അങ്ങനെ രാത്രി തപ്പി മീൻ പിടിക്കാൻ പോയപ്പോൾ അമ്മൂമ്മയ്ക്കും കൂട്ടുകാർക്കും ഉണ്ടായ അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അമ്മൂമ്മ കൂട്ടുകാരുമായി കരിക്കടവിൽ മീൻ തപ്പിപ്പിടിക്കാനായിട്ട് രാത്രിയിൽ പോയി. വേലിയിറക്കം നോക്കിയാണ് മീൻ പിടിക്കാൻ പോകാറ്. അങ്ങനെ അവരെല്ലാവരും കൂടി കായലിലേക്ക് ഇറങ്ങി. അവർ 6 പേരുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി തപ്പി നടക്കുമ്പോൾ ഇവരുടെ പുറകെ ആരോ മീൻ തപ്പി വരുന്നു. അമ്മൂമ്മ തിരിഞ്ഞു നോക്കി. ഒരു സ്ത്രീയാണ് മീൻ തപ്പി വരുന്നത്. പക്ഷേ ഇവർ ഇറങ്ങുന്ന സമയത്ത് ആരും ആ കടവിലുണ്ടായിരുന്നില്ല. അവർ 6 പേരും ഒരുമിച്ചുണ്ട്. പക്ഷെ പിന്നെ ആരാണ് പുറകെ തപ്പി വരുന്നത്? അമ്മൂമ്മയുടെ കൂട്ടത്തിലെ ബാക്കിയുള്ളവരും ഇത് കണ്ടിരുന്നു. എല്ലാവരും എണീറ്റ് തിരിഞ്ഞു നോക്കിയ സമയത്ത് ആ ഒരു സ്ത്രീയെ അവിടെയെങ്കിലും കാണാനുണ്ടായിരുന്നില്ല. അവർ വീണ്ടും മീൻ തപ്പിപ്പിടിക്കാനായിട്ടിരുന്നു. ആ സമയം പുറകിലുണ്ടായിരുന്ന ആൾ അതാ അവരുടെ മുമ്പിൽ മീൻ തപ്പി നടക്കുന്നു. അമ്മയ്ക്കും കൂട്ടുകാർക്കും ചെറിയ തോതിൽ പേടി തോന്നി തുടങ്ങി. പെട്ടെന്ന് ആ സ്ത്രീ അവിടെ നിന്ന് മുങ്ങി. പിന്നീട് അവരുടെ സൈഡിൽ പൊങ്ങി. അതാ വീണ്ടും മീൻ തപ്പി നടക്കുന്നു. ഇത്രയും ആയപ്പോൾ അവർ എല്ലാവരും ചെളി വാരി അതിൻ്റെ നേരെ എറിഞ്ഞു. ചെളി വാരി എറിഞ്ഞ സമയത്ത് അത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് മുങ്ങി. കുറച്ചു നേരത്തേക്ക് അതിനെ അവിടെയെങ്കിലും കണ്ടില്ല. പിന്നീട് അവർ വീണ്ടും പഴയതുപോലെ മീൻ തപ്പി നടന്നപ്പോൾ ആ സ്ത്രീരൂപം വരമ്പിൽ കയറി ഇവരെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് വെള്ളത്തിലേക്ക് എടുത്തൊരു ചാട്ടം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അമ്മൂമ്മ വിളിച്ചു പറഞ്ഞു, എടി ലീലേ, വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇത് നീയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ അവിടെയെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരാ അമ്മൂമ്മ ലീല? ലീല എൻ്റെ കൂട്ടുകാരിയാണ്. കൂട്ടുകാരിക്ക് എന്താ പറ്റിയത്? ഭർത്താവിൻ്റെ ഉപദ്രവവും കുത്തുവാക്കുകളും സഹിക്കാതെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് അവൾ ഒരുപാട് കരഞ്ഞു. ഞാൻ ആശ്വസിപ്പിച്ചാണ് വിട്ടത്. പക്ഷേ പിറ്റേ ദിവസം അവൾ കായലിൽ ചാടി മരിച്ചു എന്ന വാർത്തയാണ് കേട്ടത്. അത് പറയുമ്പോൾ അമ്മമ്മയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. ആ വന്നത് ലീലയാണെന്ന് അമ്മമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലായി. എന്തോ എനിക്കങ്ങനെ തോന്നി. അമ്മമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൂരെ തന്നെ നോക്കിയിരുന്ന് മറുപടി പറഞ്ഞു. പിന്നീട് കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. അതിൽ നിന്നും മനസ്സിലായി അവർ നല്ല ആത്മബന്ധമുള്ള കൂട്ടുകാരായിരുന്നു എന്ന്.